ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. എന്നും നമ്മൾ പാർക്കിലും അതുപോലെ അലീന ഒയാസിസിലൊക്കെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇന്നപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറി പോകുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് നിന്ന് നടക്കാൻ ഇറങ്ങാന്ന് ഓർത്തു. അപ്പം നിങ്ങളെയും കൂടെ ആ സ്ഥലം കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ എത്തിസലാത്ത ബിൽഡിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അതിന്റെ പേരെന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഇത് കാണാറുണ്ട്. അപ്പോൾ ഒരു തവണ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, രാത്രിയിൽ കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ നടക്കാൻ ഈ സ്റ്റെപ്പ് കയറി നടക്കുമ്പോൾ കുറച്ച് നടക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങള് സ്റ്റെപ്പ് കയറാൻ വന്നതാണ്. ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ. കുറേ ആൾക്കാര് ഈ സ്റ്റെപ്പ് കയറി നടക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ അതിലെ പോകുമ്പോഴേക്കും ഒത്തിരി ആൾക്കാർ ഇതിലെ നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, കുറേ സ്റ്റെപ്പ് ഉണ്ട്. ഞങ്ങൾ അന്ന് കയറിയത് ഞങ്ങൾ കുറച്ച് നേരം നിന്നാ ഞങ്ങൾ അന്ന് കയറിയത്. അത്രയ്ക്ക് കുറച്ച് ദേ കണ്ടോ അങ്ങ് മുകളിൽ. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു ഗ്രൗണ്ട് പോലെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ്, ചുറ്റിനുള്ള ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും ഇച്ചിരി രാത്രിയായി കഴിയുമ്പോഴേക്കും. അങ്ങോട്ട് നമുക്ക് ഓടിക്കയറാം കേട്ടോ, ഒറ്റ ഇതിൽ ഓടിക്കയറാം. പക്ഷെ മേളിൽ ചെല്ലുമ്പോൾ നമ്മൾ ക്ഷീണിക്കും. പിന്നെ തിരിച്ച് നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്തേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏകദേശം പകുതി കയറി കേട്ടോ. പകുതി കയറുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടും. മണ്ടേ ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇനിയിപ്പോൾ രാത്രി ആയി കഴിയുമ്പോൾ ഇവിടെ മൊത്തം ലൈറ്റ് ആവും. നമുക്കതുകൊണ്ട് അവിടെ എത്തിസലാത്ത ബിൽഡിങ് കാണാൻ പറ്റും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ കേട്ടോ എത്തിസലാത്ത ബിൽഡിങ്. ഇതിൻ്റെ അപ്പുറത്ത് ഈ കാണുന്ന സ്റ്റേഡിയം. ഇനി ഇവിടെ ഒരു ചെറിയ മല പോലെ കാണാൻ പറ്റും. ഇതാ നമ്മൾ വന്ന റോഡ്. ഇത് നമ്മളങ്ങനെ മുകളിലെത്തിയിരിക്കുവാണ്. ഇതിൻ്റെ ടോപ്പിൽ ഇങ്ങനെയാണ് കേട്ടോ, ഒരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ. ഇരിക്കാനൊന്നും സ്പേസ് ഒന്നുമില്ല, ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ നിൽക്കാം. കണ്ട് താഴത്തെ റോഡിലൂടെ ആ റൂട്ടിൽ കൂടെ നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി അതിൽ കൂടെ നടന്നു പോവാം. അത് റിമാൽ മാളാട്ടോ. അവിടെ ആ ഏരിയ ഇതാണ് മോള്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. നമ്മളിപ്പോൾ കണ്ടത് അപ്പുറത്തെ സൈഡാണ്, ഇത് ഇപ്പുറത്തെ സൈഡാണ്. ഇതിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ ഈ മലയുടെ ബാക്കി ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ആ ഒരു പാലം, അത് കഴിഞ്ഞ് റോഡ്. ഇത് അവിടുന്ന് കാണിച്ച റോഡാണ്. അതായത് നമുക്ക് ആ സ്റ്റെപ്പ് വഴി കയറി വന്നിട്ട് ഈ റോഡ് വഴി ഇറങ്ങി പോകാൻ പറ്റും. റോഡാണ്. പക്ഷെ ഇത് ക്ലോസ്ഡ് ആട്ടോ. താഴെ നിന്ന് ക്ലോസ് ചെയ്തേക്കും. ഇങ്ങോട്ട് വണ്ടി കയറി വരുന്നില്ല. എന്താ ക്ലോസ് ചെയ്തേക്കുന്നതെന്ന് അറിയത്തില്ല. ക്ലോസ്ഡ് ആണ്. ഞങ്ങളപ്പോൾ നടന്ന് വിഷമിച്ച് ഇവിടെ റെസ്റ്റ് എടുക്കുക കുറച്ച് നേരം. സാധാരണ നമ്മൾ നടക്കുമ്പോൾ ഹെഡ് ബീറ്റ് 128 വരെ വരത്തുള്ളൂ. ഇപ്പം കയറ്റമാണ് 156 വരെ. ഇപ്പം കുറഞ്ഞ് റെസ്റ്റ് എടുക്കാം. 131 കയറ്റമായതുകൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ നേരെയല്ല നടക്കുന്നത്. നമ്മൾ പോകുന്ന പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു റൗണ്ടിൽ 4 കിലോമീറ്റർ നേരെയുള്ള, അതായത് റൗണ്ട് ആണെങ്കിൽ ഇതിപ്പോൾ കയറ്റമായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ അങ്ങോട്ട് ചുറന്ന് ഇറങ്ങിപ്പോവാം. പക്ഷെ കയറാനാണ് പാട്.
ഞങ്ങൾ അങ്ങനെ 2 റൗണ്ട് നടന്ന് 464 കാലറീസ് ബേൺ ചെയ്തു. നമുക്കപ്പം കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ട് രാത്രിയിലത്തേക്ക്. അപ്പൊ അതും കൂടെ വാങ്ങിയിട്ട് മുകളിലൊന്ന് കയറണം. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ബൈ.